വമ്പന്മാർ കൊമ്പുകോർക്കുന്ന വട്ടിയൂർക്കാവ് കേരളത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്നു. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം പൊതുവെ കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തിയ മണ്ഡലമാണ്. കോൺഗ്രസിലെ സമുന്നത നേതാവായ കെ മുരളീധരനെ MLA ആക്കിയ മണ്ഡലമാണ്. പിന്നീട് മുരളീധരൻ MP ആയപ്പോൾ വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് ജയിച്ചു കയറി. VK പ്രശാന്ത് വീണ്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവിൽ ചെങ്കൊടി പാറിച്ചു. VK പ്രശാന്ത് ജനകീയനായ MLA ആണ്. രാഷ്ട്രീയത്തിനതീതമായ സൗഹൃദം അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിലെ മുക്കിലും മൂലയിലും ആ ജനപ്രതിനിധി എത്തുന്നു. അതാണ് VK പ്രശാന്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ അത്ര പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ മുരളീധരന് കഴിയില്ല. കാരണം പ്രശാന്തിൻ്റെ ജനകീയത അത്രമാത്രം വളർന്നു കഴിഞ്ഞു. നായർ സമുദായത്തിന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ ഈഴവ സമുദായത്തിൽപ്പെട്ട VK പ്രശാന്ത് ജയിച്ചു കയറിയത് അതൊരു വലിയ ജയം തന്നെയായിരുന്നു. പ്രശാന്തിൻ്റെ ജയം കോൺഗ്രസ് വൃത്തങ്ങളെ ഞെട്ടിച്ചു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ദയനീയമായ കാഴ്ച കണ്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്തിനോട് ഏറ്റുമുട്ടിയത് കോൺഗ്രസിൻ്റെ ഗ്ലാമർ മുഖമായ വീണ S നായരാണ്. പക്ഷേ വീണ പരിതാപകരമായി പോയി. വീണയുടെ അവസ്ഥ അതിദയനീയമായി പോയി. വീണയുടെ അവസ്ഥ അവർ 3ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടു. അതാണ് സംഭവിച്ചത്. ഇത്തവണ കോൺഗ്രസിന് മണ്ഡലം തിരിച്ചു പിടിക്കണം. ഏറ്റവും ശക്തിയേറിയ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ കെ മുരളീധരനെ ഇറക്കിയിരിക്കുന്നു. കെ മുരളീധരനും VK പ്രശാന്തും ഇപ്പോഴേ പ്രചരണം തുടങ്ങിയിരിക്കുന്നു. VK പ്രശാന്തിനു വേണ്ടി ഇടതുപക്ഷ സൈബർ ഇടങ്ങളിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. മുരളീധരനാകട്ടെ വട്ടിയൂർക്കാവിലെ പ്രബല സമുദായമായ NSSനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. VK പ്രശാന്ത് ജയിച്ചു കയറിയത് ഇഴവ വോട്ടുകൾ കൊണ്ടല്ല എന്നത് വ്യക്തം. NSSൻ്റെ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് 2 പ്രാവശ്യവും. അതുകൊണ്ട് തന്നെ VK പ്രശാന്തിനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ മുരളീധരന് കഴിയില്ല. ഇനി BJPയുടെ കാര്യം. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുത്തിരിക്കുന്നത് നേമം മണ്ഡലമാണ്. ഒരുപക്ഷെ അദ്ദേഹം വട്ടിയൂർക്കാവിൽ എത്താനുള്ള സാധ്യതയുമുണ്ട്. വട്ടിയൂർക്കാവിൽ നിലവിൽ BJP സ്ഥാനാർത്ഥിയായി നിർണയിച്ചിരിക്കുന്നത് VV രാജേഷിനെയാണ്. VV രാജേഷും അത്ര ചെറിയ പുള്ളിയൊന്നുമല്ല. നല്ല പോരാട്ട വീര്യമുള്ള വ്യക്തിയാണ്. BJPയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പരിചയസമ്പന്നനുമാണ് അദ്ദേഹം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്നു വന്ന അദ്ദേഹത്തിനും വലിയൊരു സൗഹൃദ വലയം വട്ടിയൂർക്കാവിലുണ്ട്. മുരളീധരനും പ്രശാന്തും രാജേഷും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രീതി വട്ടിയൂർക്കാവിൽ ഉണ്ടാക്കുന്നു. എന്നാലും പ്രധാന മത്സരം മുരളീധരനും പ്രശാന്തും തമ്മിൽ ആയിരിക്കും. അതിൽ വേറെ തർക്കമൊന്നുമില്ല. ഇരുവരും തമ്മിലായിരിക്കും പ്രധാന മത്സരം നടക്കുക. അവിടെ രാജേഷ് പിടിക്കുന്ന വോട്ടുകൾ മുരളീധരന് നിർണായകമായി മാറും. NSS വോട്ടുകളിൽ ഒരു വിഭാഗം രാജേഷ് കൈക്കലാക്കിയാൽ മുരളീധരന് വട്ടിയൂർക്കാവിൽ ജയിച്ചു കയറുക വലിയ പ്രയാസമായിരിക്കും. VK പ്രശാന്തിനെ കഴക്കൂട്ടത്ത് നിർത്തി വട്ടിയൂർക്കാവിൽ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ ഇറക്കാൻ CPM തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് അവസാന ഘട്ടത്തിൽ CPM വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. VK പ്രശാന്തിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കളി ആത്മഹത്യാപരമാണെന്ന് CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. മേയർ എന്ന നിലയിൽ VK പ്രശാന്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹം എടുത്ത നിലപാടുകൾ ഒക്കെ ശ്രദ്ധേയമായിരുന്നു. മേയർ ബ്രോ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. പ്രളയകാലത്ത് സന്നദ്ധ പ്രവർത്തകരോടൊപ്പം അദ്ദേഹവും ഉണ്ടായിരുന്നു. പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റുമൊക്കെ കൊടുക്കാൻ. അത്ര ശക്തമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം അന്ന് നടത്തിയത്. മേയർ ബ്രോ വട്ടിയൂർക്കാവിൻ്റെ ചങ്കായി മാറിയത് പിന്നീട്. ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ VK പ്രശാന്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല വോട്ടർമാർക്ക്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് വീണ്ടും UDFന് ബാലികേറാമലയാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. UDFന് വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കണമെങ്കിൽ അതിന് മുരളീധരൻ വേണം. മുരളീധരൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ചിന്തിക്കാൻ പോലും കഴിയില്ല UDFന് വട്ടിയൂർക്കാവിൽ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് UDF കരുക്കൾ നീക്കുന്നത്. വട്ടിയൂർക്കാവിൽ BJP പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ്.
BJP പിടിക്കുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും NSS വോട്ടുകളാണ്. കഴിഞ്ഞ തവണയും അതുതന്നെയാണ് സംഭവിച്ചത്. കഴിഞ്ഞ 2 പ്രാവശ്യം BJP 2ാം സ്ഥാനത്തെത്തിയത് അവർ പിടിക്കുന്ന വോട്ടുകൾ NSS വോട്ടുകളായതുകൊണ്ടാണ്. NSS വോട്ടുകൾ UDFന് പോകാതിരുന്നാൽ, വീണ്ടും BJP അതിൽ ആധിപത്യം സ്ഥാപിച്ചാൽ മുരളീധരൻ്റെ കാര്യം കട്ടപ്പുകയായി മാറും. മാത്രമല്ല, പ്രശാന്താണ് അപ്പുറത്ത് നിൽക്കുന്നത്. രാഷ്ട്രീയ മെയ്വഴക്കമൊക്കെ ആ യുവാവിന് പഥ്യം. അതൊക്കെ അദ്ദേഹം അഭ്യസിച്ചു കഴിഞ്ഞു. എവിടെ എങ്ങനെ പെരുമാറണമെന്നും എവിടെ എങ്ങനെ പോരാടണമെന്നും നന്നായി അറിയാം VK പ്രശാന്തിന്. ഭാവിയിലെ മന്ത്രി കൂടിയാണ് അദ്ദേഹം. അതൊക്കെ വട്ടിയൂർക്കാവുകാരെ സ്വാധീനിക്കും. വീണ്ടും LDFന് തുടർഭരണമുണ്ടായാൽ VK പ്രശാന്ത് മന്ത്രിയാകും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അത്ര ശക്തമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ആധുനിക കമ്മ്യൂണിസത്തിൻ്റെ മുഖമാണ് പ്രശാന്ത്. അതോടൊപ്പം തന്നെ പാരമ്പര്യമായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വഭാവവും അദ്ദേഹത്തിനുണ്ട്. എവിടെയും കല്യാണത്തിനും മരണത്തിനുമൊക്കെ സജീവമായി പങ്കെടുക്കുക, കാറിൽ പോകുമ്പോൾ റോഡിൽ നിൽക്കുന്ന സാധാരണക്കാരോട് കാറിൽ നിന്നിറങ്ങി കുശലം പറയുക, ഇങ്ങനെയൊക്കെ വളരെ ജനകീയനായി മാറിക്കഴിഞ്ഞു VK പ്രശാന്ത്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് മുരളീധരന് കടുക്കും ഇത്തവണ. പണ്ട് ജയിച്ചതുപോലെ ചുമ്മാ ജയിക്കാനൊന്നും പറ്റില്ല. പണ്ട് ജയിച്ചതുപോലെ ഈസി വാക്ക് ഓവർ എന്നും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ നൽകില്ല, CPM നൽകില്ല. പ്രശാന്തിലൂടെ അവർ മുരളീധരന് ചെക്ക് വച്ചിരിക്കുകയാണ്. NSS വോട്ടുകളാണ് ഇനി നിർണായകം. ഈഴവ സമുദായത്തിൽപ്പെട്ട പ്രശാന്തിന് NSS വോട്ടുകൾ വീണത് കോൺഗ്രസ് വൃത്തങ്ങളെ അമ്പരപ്പിച്ചു. കുറേ വോട്ടുകൾ BJPയും കൊണ്ടുപോയി. വീണാ നായർ ഇറങ്ങിയിട്ടും NSS വോട്ടുകൾ കിട്ടിയില്ല. ഈ സാഹചര്യത്തിലാണ് മുരളീധരൻ ഒരു അഗ്നി പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. മുരളീധരൻ വിചാരിക്കുന്നത് ഈസിയായി ജയിച്ചു പോകാം എന്നാണ്. അങ്ങനെ ഈസിയായി ജയിച്ചു പോകാനൊന്നും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ മുരളീധരനെ സമ്മതിക്കില്ല. പ്രശാന്ത് ബ്രോ എന്നുള്ളത് ഒരു ആപ്തവാക്യമായി അല്ലെങ്കിൽ ഒരു പ്രതീകമായി വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. ഇതാണ് സാഹചര്യം. വമ്പന്മാർ തമ്മിലാണ് കൊമ്പ് കോർക്കുന്നത്. വമ്പന്മാർ തമ്മിലുള്ള ഈ കൊമ്പ് കോർക്കൽ കേരളമൊട്ടാകെ നോക്കി നിൽക്കും. ഒരിടത്ത് സാക്ഷാൽ മുരളീധരൻ, മറുവശത്ത് VK പ്രശാന്ത് എന്ന ബ്രോ. അതിനുമപ്പുറത്ത് ജയസാധ്യത തേടി BJPയും. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നത് പോലെയല്ല ഇപ്പോൾ വട്ടിയൂർക്കാവിൽ BJP. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9000-ലധികം വോട്ടിൻ്റെ ലീഡാണ് BJP വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നേടിയത്. അവർക്കവിടെ പലതും ചെയ്യാൻ പറ്റും. അവർക്ക് പല നായർ ബെൽറ്റുകളും NSS ബെൽറ്റുകളും ഒക്കെ സ്വാധീനിക്കാൻ പറ്റും. അതുകൊണ്ട് അവരെ എഴുതിത്തള്ളാനും പറ്റില്ല. വട്ടിയൂർക്കാവിൽ പ്രധാന മത്സരം രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. വട്ടിയൂർക്കാവിൽ എത്തിയില്ലെങ്കിൽ പ്രധാന മത്സരം മുരളീധരനും പ്രശാന്തും തമ്മിലാകും. അതിനൊപ്പം VV രാജേഷും നന്നായി പൊരുതും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. VV രാജേഷ് പൊരുതാൻ കഴിവുള്ള യുവാവ് തന്നെയാണ്. BJPയിലെ സൗമ്യമായ മുഖമാണ് ഇപ്പോൾ VV രാജേഷ്. എന്തായാലും വട്ടിയൂർക്കാവ് മുരളീധരന് ഇത്തവണ കടുക്കും. മാത്രമല്ല, വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ഇത്തവണ കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. അത് പ്രശാന്തിനും കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. കഴിഞ്ഞ 2 തവണത്തെ പോലെ ഈസിയായി ജയിക്കാനൊന്നും പ്രശാന്തിനും കഴിയില്ല. പക്ഷേ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ജയിക്കുക എന്നുള്ളത് ഒരു വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും. അങ്ങനെ അദ്ദേഹം ജയിക്കണമെങ്കിൽ NSS വോട്ടുകൾ ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് വീഴണം. അവിടെയാണ് VV രാജേഷ് നിൽക്കുന്നത്. NSS വോട്ടുകൾ VV രാജേഷ് കൊണ്ടുപോയാൽ വട്ടിയൂർക്കാവിൽ മുരളീധരൻ സ്വാഹ.